യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറുതായിട്ടൊരു മിനി വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഒന്ന് പുറത്തു വന്ന് നിൽക്കുകയാണ്, ഹോസ്പിറ്റലിലേക്ക് പോകണം എനിക്ക്. അപ്പോൾ സ്കിന്നിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അപ്പോൾ അത് കാണിക്കാനായിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ എല്ലാ പരിപാടിയും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പരിപ്പിൻ്റെ കറിയും അതേപോലെ പപ്പടം മാത്രം വയ്ക്കുന്നുണ്ട് കേട്ടോ, വേറെ ഒന്നും എക്സ്ട്രാ ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് ഇവൻ വണ്ടി ഓട്ടുന്ന സൗണ്ടാണ്. ഈ അറ്റം തൊട്ടിട്ട് ആ അറ്റം വരെ ഇങ്ങനെ വണ്ടി ഓട്ടിയിട്ട് നടക്കുകയാണ് ആൾ. ഈ ഒരു കിച്ചൻ്റെ സ്ലാബിലാണ് കേട്ടോ ഫുള്ള് കളി. ഈ ഒരു കിച്ചൺ സ്ലാബ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് വൃത്തി ഇരുന്നോട്ട് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചതാണ്. പക്ഷെ ഒട്ടിച്ചിട്ടൊന്നും കാര്യമില്ല. അവനാണെങ്കിൽ ഇരുന്നിരുന്ന് ഓരോന്നും ഇങ്ങനെ കുറച്ച് നേരം നിന്ന് എല്ലാം പറിച്ച് കളഞ്ഞ് അവസാനം വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു ഭാഗമൊക്കെ. അപ്പോൾ അരിയൊക്കെ ഇട്ടു കേട്ടോ ഓൾറെഡി. അപ്പോൾ എന്തായാലും ഇനി ചോറൊക്കെ വെച്ച് പരിപ്പിൻ്റെ കറിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം റെഡി ആയിട്ട് പെട്ടെന്ന് പോകാനായിട്ട്. 2 മണി വരെ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ എന്തായാലും വേഗം പോകണം. ഇത് പിന്നെ പൊന്നിയരിയാണ് കേട്ടോ വാങ്ങിക്കാനായിട്ട് പറഞ്ഞത്. പൊന്നിയരി എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തത്. പക്ഷേ ഇത് നല്ല വലിയ അരിയാണ്. ഞാൻ ഇങ്ങനത്തെ അരി അങ്ങനെ കഴിക്കാറില്ല കേട്ടോ, എനിക്കിഷ്ടമല്ല. പക്ഷേ ഇന്ന് പിന്നെ വേറെ ചോയ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് വെച്ചു. പെട്ടെന്നൊന്നും വെന്തില്ല, കുറേ നേരം വെള്ളത്തിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇത് വെന്തത്. ഇപ്പോൾ പരിപ്പൊക്കെ കുക്കറിൽ നേരത്തെ വെച്ചിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ കടയാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഒരു 4-5 വിസിലോളം വെച്ചു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ പരിപ്പൊക്കെ റെഡിയായി. താളിക്കുന്നൊന്നും ഇല്ല കേട്ടോ, അങ്ങനത്തെയാണ് കഴിക്കാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ ഗ്യാപ്പിൽ തന്നെ കുറച്ച് പപ്പടം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പപ്പടം ചുടാൻ തുടങ്ങിയിരുന്നു. അപ്പം പടവലങ്ങയുണ്ട് കേട്ടോ കറി വയ്ക്കാനായിട്ട്. പക്ഷെ ഞാൻ ഇനി പടവലങ്ങയൊക്കെ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം തീരെ തികയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 3-4 പപ്പടം മാത്രം ചുട്ടിട്ട് കുറച്ച് പരിപ്പ് കറി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പരിപ്പ് കറിയും ചോറും പപ്പടവും കൂടി എന്നാലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതും കൂടി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3-4 പപ്പടം ഇടാന്ന് പറഞ്ഞിട്ടാണ് സംഭവം. അവിടെ അപ്പോൾ ഉള്ളി കൈ ഉള്ളി 2 മണി വരെ സാധാരണ അവിടെ ഡോക്ടർ ഉണ്ടാവേണ്ടതാണ്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. സമയം ഇപ്പം എന്തായാലും 1 മണി ആവാറായി. പെട്ടെന്ന് തന്നെ ഇറങ്ങിയാലേ പോകാൻ പറ്റുള്ളൂ. കുട്ടിയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് ഓരോ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവൻ്റെ വക കുക്കിംഗ് ആണ് അവിടെ. അവനാണെങ്കിൽ ഞാനിങ്ങനെ കുക്ക് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് അതേപോലെ വന്നിരുന്ന് ചെയ്യുകയാണേ. അപ്പോൾ കൈ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതിലിട്ട് ഇങ്ങനെ മിക്സാക്കലും പിടിക്കലും എല്ലാ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാത്രം കഴുകലൊക്കെ ഉണ്ട് കേട്ടോ ഇടയ്ക്ക്. പിന്നെ അവൻ കളിക്കുന്ന ഗ്യാപ്പിൽ തന്നെ ഫുഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ മിണ്ടാതെ കളിച്ചിട്ട് തന്നെ കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറൊക്കെ എടുത്തിട്ട് വന്നിട്ട് തൊട്ടടുത്ത് തന്നെ ഇരുന്നിട്ട് അവന് ഫുള്ള് വാരി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. നമ്മൾ കൽപ്പാത്തിയിൽ ആ ഒരു ഭാഗത്താണ് കേട്ടോ ഹോസ്പിറ്റൽ വരുന്നത്. അവനെപ്പോഴും ഫ്രണ്ടിലിരിക്കാനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ നല്ല തണുപ്പ് കാറ്റടിക്കുന്നുണ്ട്, നല്ലോണം കാറ്റടിക്കുന്നുണ്ട്. കണ്ണേ തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് അവൻ പേടിച്ചിട്ട് ബാക്കിൽ വന്നിരുന്നതാണ് എൻ്റെ കൂടെ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. വന്ന് നോക്കുമ്പോൾ അധികം തിരക്കൊന്നുമില്ല കേട്ടോ. സമയം എന്തായാലും കഴിയാനായില്ല, 2 മണി വരെയല്ലുള്ളൂ. അപ്പോൾ ആൾക്കാരൊന്നും അധികം ഇല്ല. അപ്പോൾ ഞാൻ വേഗം ഓടിപ്പോയി ടോക്കനൊക്കെ എടുത്തിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കാനായിട്ട് ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നേ. അവനാണെങ്കിൽ ഞാനും വരാം അമ്മ എന്ന് പറഞ്ഞിട്ട് കൂടെ തന്നെ വരികയായിരുന്നു. എവിടെ പോവാ? നുള്ളി വെച്ചു അച്ഛാ, ഇക്കുന് ഇല്ലി വെച്ചു തക്കച്ചാ, കിള്ളി വെച്ചാ. ഇതെന്താ ശരി ഇത്? എൻ്റെ മെഡിസിൻ്റെ ടോക്കൺ നമ്പർ 624 ഇപ്പം എന്തായാലും 612 ആയിട്ടുള്ളൂ. കുറച്ച് നേരം അവിടെ എന്തായാലും ഇരിക്കേണ്ടി വരും.
കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അതിനുശേഷം എൻ്റെ ടോക്കൺ നമ്പർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മരുന്ന് വാങ്ങാൻ വേണ്ടി എണീറ്റ് പോയപ്പോൾ അവനാണെങ്കിൽ അമ്മ ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സൗണ്ട് ഉണ്ടാക്കായിരുന്നു. അപ്പോൾ അവനെയും കൂടി എടുത്തിട്ടാണ് കേട്ടോ മരുന്ന് വാങ്ങാനായിട്ട് പോയത്. അവനെ വിളിച്ചിട്ട് പോണതല്ല പാട്. അവിടെ പോയി കഴിഞ്ഞാൽ ഓരോ മരുന്ന് തരുന്നതൊക്കെ അവന് കയ്യിലെടുക്കാനായിട്ട് നോക്കും. അവസാനം അത് താഴെ ഇടുകയും ചെയ്യും. പിന്നെ എല്ലാം പിന്നെ കുപ്പി ബോട്ടിലായതുകൊണ്ട് താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഞാൻ പേടിച്ചിട്ട് അവൻ്റെ അടുത്ത് ഒന്നും കൊടുത്തില്ല. പറഞ്ഞ പോലെ തന്നെ ഞാൻ മരുന്നൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങുമ്പോൾ കറക്റ്റായിട്ട് പിടിച്ച് വലിക്കുകയും ചെയ്തു കേട്ടോ. കയ്യിൽ നിന്ന് എല്ലാം താഴെ പോവുകയും ചെയ്തു. ഭാഗ്യത്തിന് ഒന്നും പൊട്ടിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ മരുന്നൊക്കെ ബാഗിലൊക്കെ എടുത്ത് വെക്കട്ടെ കേട്ടോ. വരുമ്പോൾ എടുത്തോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് അനിയൻ വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ വീട്ടിൽ വന്ന് നോക്ക് ടി വി കണക്ട് ചെയ്തിട്ട് പോയി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ അത് എൻ്റെ മകൻ കേൾക്കുകയും ചെയ്തു. അവസാനം എൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. അവിടെ നിന്ന് ദേഷ്യപ്പെട്ടിട്ട് വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അവനാണെങ്കിൽ ഹസ്ബൻഡ് ഫുഡ് കഴിക്കാനായിട്ട് ഉള്ളിൽ പോയിട്ടുണ്ട്. അവൻ വീട്ടിനുള്ളിൽ വരില്ല, ബൈക്കിൽ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് വാശി കാണിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇത്ര നേരം കരഞ്ഞു, പെട്ടെന്ന് ചിരി വന്ന ആ ഫോൺ നോക്കിയതും. പോട്ടെ, ദേഷ്യം വന്നിരിക്കുകയാണ് ചിക്കു. എടാ എടാ നോക്കട്ടെ, എവിടെ ദേഷ്യം വന്ന് കുട്ടീനെ മുഖം നോക്കട്ടെ. അവിടെയൊക്കെ തേച്ച മുഖത്ത് എന്തെങ്കിലും ആവട്ടാ. അവിടെ നോക്കുതാ, ഇവിടെ ദേഷ്യം വന്ന് കുട്ടീൻ്റെ മുഖം നോക്കട്ടെ, നോക്കട്ടെ, ഇവിടെ അമ്മ നോക്കട്ടെ. ഇതാണ് ദേഷ്യം. സങ്കടം വേണ്ട. എന്നാൽ അവനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി കേട്ടോ. അപ്പോൾ വീടെത്തിയിട്ട് ആൾ ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നില്ല. അച്ഛൻ വന്നിട്ട് എടുത്താലേ ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ വിളിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ അച്ഛൻ വന്നപ്പോൾ തന്നെയാണ് കേട്ടോ അവൻ ആ ബൈക്കിൽ നിന്ന് തന്നെ ഇറങ്ങിയത്. ആൾക്കിപ്പോൾ വല്ലാത്ത വാശി കൂടിയിട്ടുണ്ട് കുറച്ച്. ഞങ്ങളെന്തായാലും ടി വി കാണാനായിട്ട് വന്നതാണ് കേട്ടോ. ഇന്നലെ പോയി മേടിച്ചതാണ് ഞാനും അച്ഛനും അനിയനും കൂടിയിട്ട്. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് എൻ്റെ വീഡിയോ ആണ് കേട്ടോ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ യൂട്യൂബ് ചാനലിൽ മലമ്പുഴയിൽ പോയതിൻ്റെ ഒരു വ്ലോഗ് ഇട്ടിരുന്നില്ല, അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനിയൻ്റെ ഫോൺ കണക്ട് ചെയ്തിട്ട് അവനിരുന്ന് കാണുകയാണേ. ഈ ഒരു ടി വി ഞങ്ങളുടെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടൊരു പുതിയൊരു ടി വി വാങ്ങിയതാണ്. ഇതിനു മുമ്പൊക്കെ ആരെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങുന്ന ടി വി ആയിരുന്നു കേട്ടോ മേടിച്ചിരുന്നത്, ചെറിയ ടി വി. പക്ഷേ ഇപ്പോൾ പുതിയ ടി വി തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തതും ഷെയർ ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.